ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയുസ്സിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഈ പുണ്യ ദിനരാത്രങ്ങൾ നമ്മൾ ചെയ്യുന്ന വളരെ തുച്ഛമായ, ന്യൂനതകൾ നിറഞ്ഞ, പോരായ്മകളേറിയ സാധുക്കളായ നമ്മുടെ ഇബാദത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ലായ ഫള് കൊണ്ട് പരിപൂർണമായി സ്വീകരിക്കുകയും പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ധാരാളം ആളുകൾ ഈ വിശുദ്ധ റമദാനിലും നോമ്പെടുക്കാൻ കഴിയാതെ രോഗികളായി വീട്ടിലും ഹോസ്പിറ്റലുമെല്ലാം കഴിയുന്ന ഒട്ടനവധി സഹോദരങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റ് ഒട്ടനവധി നമ്മുടെ പ്രവർത്തകന്മാർ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിൻ്റെ എല്ലാ വശങ്ങളെയും, ജാമിയ പോലെയുള്ള സംരംഭങ്ങളെയും എല്ലാം സഹായിക്കുന്ന അനേകായിരം മനുഷ്യന്മാർ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മതപഠനത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറയാനുള്ള അർഹത നമുക്കാർക്കും ഇല്ല എന്നതാണ് വസ്തുത. ദീന് പഠിക്കണം, അത് പഠിക്കേണ്ട പ്രാധാന്യം പറയുക എന്നല്ലാതെ മുൻഗാമികളായ ആളുകൾ ത്യാഗം സഹിച്ചതുപോലെ ത്യാഗം സഹിച്ചുകൊണ്ട് ദീന് പഠിക്കുന്ന ആരും തന്നെ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏതായിരുന്നാലും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. 3, 4, 5 മണിക്കൂർ മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ ഞങ്ങളൊക്കെ വലിയ ഉഷാറാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ദീനെ ശരിയായ വിധത്തിൽ അതിൻ്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് വ്യവസ്ഥാപിതമായി പഠിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല, അതിന് മനസ്സ് കാണിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഫിത്നയായി ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി എനിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൂട്ടത്തിൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. പറഞ്ഞതിലും കേട്ടതിലും ഉപരിയായി അമലാക്കി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നതും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും. ഏത് രംഗത്തും നമ്മുടെ നിലപാടുകൾ അതല്ല ശരിയെന്ന് എപ്പോൾ ബോധ്യമായാലും അത് തിരുത്താനും ആ ശരിയിലേക്ക് മടങ്ങാനുമുള്ള മനസ്സ് അൽഹംദുലില്ലാഹ് നമുക്കെല്ലാം ഉണ്ട്. അതാണ് നാം നിലനിർത്തിപ്പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത് മുതൽ താബികളും തബഴ് താബികളും ശേഷം വന്ന മുഹദ്ദിസുകളും ഫുഖഹാക്കളും
മുഅർരിഖുകളും അഖീദയുടെ പണ്ഡിതന്മാരും അടക്കം ഈ 1400 കൊല്ലക്കാലത്തിനിടയിൽ ലക്ഷക്കണക്കായ മഹാപണ്ഡിതന്മാർ നമ്മുടെ മുൻഗാമികളായി കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊന്നും വെറുതെ അങ്ങ് ആലിമീങ്ങളായി മാറിയതല്ല. ചെറിയ പ്രായം മുതൽ തന്നെ അത്തരം വഴികളിലേക്ക് തിരിച്ചുവിടപ്പെട്ട ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും. ചുരുക്കം ചില പണ്ഡിതന്മാർ മാത്രമാണ് വൈകി ദീനു പഠിക്കാൻ തുടങ്ങിയവർ. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് 22-ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്. ഇബ്നു ഹസം റഹിമഹുല്ലാഹ് 27-ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ മാത്രമാണ് വൈകി ഈ രംഗത്തേക്ക് വന്നവർ. എന്നാലും അവർ മറ്റുള്ളവരെക്കാൾ ഏറെ പല കാര്യത്തിലും മുമ്പിലെത്തി എന്നതാണ് പിന്നീട് ചരിത്രം കാണുന്നത്. ബാക്കി ഉള്ളവർ സ്വഹാബിമാരായ ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, ഇബ്നു മസ്ഊദ് അടക്കമുള്ള സ്വഹാബിമാർ, താബിഈങ്ങൾ, തബഉ താബിഈകൾ, ഇമാം ബുഖാരി, ഇമാം ഷാഫി, ഇമാം മുസ്ലിം അടക്കമുള്ളവരൊക്കെ എല്ലാവരും ചെറിയ പ്രായത്തിൽ തന്നെ ദീനു പഠിക്കാൻ അവസരം കിട്ടിയവരാണ്. 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സിലൊക്കെ ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകൾ, പിന്നീട് ഹദീസിലേക്ക് തിരിഞ്ഞവർ, ഭാഷ പഠിച്ചവർ, കർമ്മശാസ്ത്രത്തിലേക്ക് ഇറങ്ങിയവർ. അങ്ങനെയാണ് അവരൊക്കെ ലോകത്ത് നമ്മുടെ നേതാക്കളായി പിന്നീട് അവർ മാറുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് 7-ാമത്തെ വയസ്സിലോ 8-ാമത്തെ വയസ്സിലോ ആണ് ഖുർആൻ ഹിഫ്ളാക്കുന്നത്. നമ്മളൊക്കെ ആ വയസ്സിൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നമുക്ക് ആ പ്രായത്തിൽ മക്കളുണ്ട്, അവരെ പറ്റിയെങ്കിലും സ്വപ്നം കാണാൻ നമുക്ക് പറ്റണം. അദ്ദേഹം 10-ാമത്തെ വയസ്സിലാണ് ഇമാം മാലിക്കിൻ്റെ അൽ മുവത്ത എന്ന കിതാബ് കാണാതെ പഠിക്കുന്നത്. അന്നുള്ള ഏക ഹദീസ് കിതാബ് ഇമാം മാലിക്കിൻ്റെ മുവത്തയാണ്. അപ്പം മുവത്ത ഹിഫ്ളാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും, ഇന്നത്തെ പോലെ കിതാബുകൾ പ്രിൻ്റ് ചെയ്യുന്ന കാലമല്ല, മാർക്കറ്റിൽ ലഭ്യമല്ല, PDF ഏതായാലും ഇല്ലാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് കയ്യെഴുത്ത് പ്രതികളാണ് കിതാബുകളൊക്കെ ഉണ്ടാവുക. ഒരു കിതാബ് നോക്കി അതേപോലെ എഴുതി അതിൻ്റെ കോപ്പി എടുക്കും. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം ആഗ്രഹിച്ചു ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാവണം ജീവിതത്തിൽ എന്നുള്ളത്. ഇമാം മാലിക് എന്ന മദീനയിലെ വലിയ ആലിമാണ്. ഇമാം ഷാഫി ജനിച്ചത് ഫലസ്തീനിലെ ഒസൈലാണ്. 2-ാം വയസ്സിൽ കുടുംബം ഒന്നിച്ച് അവിടുന്ന് അഭയാർത്ഥികളായി ഈജിപ്തിലേക്ക് താമസം മാറി. പിന്നീട് അവർ ഈജിപ്താണ് നാടായി സ്വീകരിച്ചത്. പിന്നീട് അദ്ദേഹം മക്കയിലെത്തി. മക്കയിലെ പണ്ഡിതന്മാരിൽ നിന്നാണ് അദ്ദേഹം ഖുർആൻ പഠിച്ചു, ഭാഷകൾ പഠിച്ചു. അങ്ങനെയാണ് മദീനയിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് എന്ന മഹാനായ പണ്ഡിതൻ, അന്ന് ജീവിച്ചിരിപ്പുള്ള കാലമാണ്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായി മഹാപണ്ഡിതന്മാർ ഇമാം മാലിക്കിനെ ലക്ഷ്യമാക്കി മദീനത്തേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളുമൊക്കെ അവിടെ കൂടുകയും ദീന് പഠിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അന്ന്. 9 വയസ്സായപ്പോൾ ഇമാം ഷാഫിക്ക് വല്ലാത്ത ആഗ്രഹമായി ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാവാൻ സാധിക്കണം ജീവിതത്തിൽ എന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു ആ പ്രായത്തിൽ തന്നെ. അങ്ങനെയാണ് ഇമാം മാലിക്കിൻ്റെ മുവത്ത എന്നാൽ പിന്നെ ആദ്യം ഹിഫ്ളാക്കാൻ പോണ മുമ്പ് മക്കയിൽ ഒരാളുടെ കയ്യിൽ മുവത്തയുണ്ട് എന്ന് അദ്ദേഹം കേട്ടു. അവിടെ ചെന്നു, നിങ്ങളുടെ കയ്യിൽ മുവത്ത എന്ന കിതാബുണ്ട് എന്ന് കേട്ടു. അതെ, കിതാബുണ്ട്. അത് എനിക്ക് തരുവച്ചപ്പോൾ തരൂലാറ്, തരാൻ പറ്റില്ല, കൊടുത്ത കഴിഞ്ഞല്ലോ. എന്നാൽ തൽക്കാലം എനിക്കത് വായ്പ തരുമോ, ഞാനത് വായിച്ചിട്ട് തിരിച്ചേൽപ്പിക്കാം. അങ്ങനെ വായ്പ കൊടുത്തു. 9 രാത്രികൾ കൊണ്ട് അദ്ദേഹം ആ മുവത്ത ഫുള്ള് കാണാപാഠം പഠിച്ചതാണ്. കംപ്ലീറ്റ് ഹിഫ്ളാക്കിയിട്ട് കിതാബ് തിരിച്ചു കൊടുത്തു. പിന്നെ ഇപ്പോൾ കിതാബ് ആവശ്യമില്ല, ഹിഫ്ളായല്ലോ. അന്ന് ഇമാം ഷാഫിക്ക് 10 വയസ്സ് പ്രായമാണ്. 13-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മദീനത്തേക്ക് ഇമാം മാലിക്കിനെ കാണാനായി പോകുന്നത്. ഉമ്മയോട് സമ്മതം വാങ്ങി മദീനയിലേക്ക് പോകുന്നൊരു യാത്രാ സംഘത്തെ മക്കയിൽ നിന്ന് കിട്ടി. ആ സംഘത്തിൻ്റെ കൂടെ അവരെ കൂട്ടത്തിൽ അദ്ദേഹം പുറപ്പെട്ടു. അത്യാവശ്യമുള്ള വസ്ത്രവും ഏതാനും നാണയങ്ങളും കുറച്ച് ഭക്ഷണവും എല്ലാം കൂടെ പാക്ക് ചെയ്ത് ഒരു പെട്ടിയിലിറക്കി കയറുകൊണ്ട് ഇങ്ങനെ കെട്ടി ഉമ്മ കൊടുത്തു. അങ്ങനെ ഒരു യാത്രാ സംഘത്തിൻ്റെ കൂടെ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവുകയാണ് ദീന് പഠിക്കാൻ വേണ്ടി. 10 വയസ്സ് പ്രായമാണ്.
13 വയസ്സ് പ്രായം. 7 ദിവസം സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം മദീനത്തെത്തുന്നത്. അദ്ദേഹം പറയുന്നത്, ആ 7 ദിവസം കൊണ്ട് ഞാൻ 14 പ്രാവശ്യം ഖുർആൻ കംപ്ലീറ്റ് ഓതി തീർത്തു പറഞ്ഞത്. ആ യാത്രയിൽ 14 ഖത്തം തീർത്തു ആ 7 ദിവസങ്ങൾക്കിടയിൽ. ഹാഫിളാണ്. നമ്മളെ പോലെ മുസാഫ് മറച്ചൊക്കേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിൽ ഓതും, അല്ലാത്തപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴൊക്കെ ഖുർആൻ ഓതിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. മദീനയെത്തി ഇമാം മാലിക്കിനെ കണ്ടു. അപ്പം അന്ന് ഇമാം മാലിക്കിൻ്റെ മുമ്പിൽ മഹാപണ്ഡിതന്മാർ വന്നിരിക്കുന്ന കാലമാണ്. ഈ 13 വയസ്സായ കുട്ടികളൊന്നും അവിടെ സാധാരണഗതിയിൽ അങ്ങനെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ അഡ്മിഷൻ ഇല്ല. അദ്ദേഹം അവിടെ എത്തുന്നത് അസ്ർ ജമാഅത്തിന്റെ സമയത്താണ്. മദീനത്ത് എത്തുന്നത് അസ്ർ ജമാഅത്ത് തുടങ്ങിയപ്പോൾ അദ്ദേഹം പിന്നെ നേരെ ജമാഅത്ത് കണ്ട് കയറി. പെട്ടിയും പ്രമാണ കവല കൂടെ ആ കഴുതപ്പുറത്ത് വെച്ച് കെട്ടിയതാണ്. അത് എടുക്കാനോ അഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. നേരെ നിസ്കാരമായപ്പോൾ നേരെ പള്ളിയിൽ കയറി. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇമാം മാലിക്കിൻ്റെ ദർസുണ്ട് പറഞ്ഞു. എന്നാൽ പിന്നെ ദർസിലിരിക്കുക, അത് കഴിഞ്ഞിട്ടാക്കാൻ ബാക്കിയൊക്കെ. അവിടെ യാത്ര കഴിഞ്ഞവർ 7 ദിവസം യാത്ര ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാലും നേരെ ദർസിലിരിക്കണം. ആ ദർസാണെങ്കിൽ ധാരാളം ആളുകളുണ്ട്, അടുത്തൊന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഏതായാലും ഏറ്റവും പിറകിൽ ഒരു സ്ഥലം കിട്ടി. അദ്ദേഹം അവിടെ ഇരുന്നു. എല്ലാവരും കയ്യിൽ പുസ്തകമുണ്ട്, പേനയുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഹദീസ് പഠിപ്പിക്കണം. ഇമാം മാലിക്കിന് 2-3 തരം മജ്‌ലിസുകൾ ദിവസം ഉണ്ടാവുന്നതാണ്. ഹദീസിൻ്റെ മജ്‌ലിസ് നബി തങ്ങളുടെ പള്ളിയിൽ റൗദയുടെ ഭാഗത്ത്, നബിയുടെ മിമ്പറിൻ്റെ വലതുഭാഗത്തായി, നബിയുടെ ഖബറിൻ്റെ ഇടതുഭാഗത്തായി ഇരുന്നു കൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അന്ന് ഹദീസ് പഠിപ്പിക്കലുള്ളത്. ഓരോ ഹദീസ് പറയുമ്പോഴും അദ്ദേഹം പറയും, ഹദ്ദസനി നാഫിഉ അൻ ഇബ്നു ഉമർ അൻ സാഹിബി ഹാദൽ ഖബർ. ഇമാം മാലിക്കിൻ്റെ ഹദീസ് ശൈലി അതാണ്. എന്നോട് നാഫിഉ പറഞ്ഞു, നാഫിഇനോട് ഇബ്നു ഉമർ പറഞ്ഞു, ഇബ്നു ഉമർ ഈ ഖബറിൽ കിടക്കുന്ന ആളിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളുടെ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഓരോ ഹദീസും പഠിപ്പിക്കാറുള്ളത്. സനദ് പറയും, മത്നും പറയും. എല്ലാവരും അത് എഴുതിയെടുക്കുന്നു. ഇമാം മാലിക് പറയുന്ന ഹദീസൊക്കെ അവർ എഴുതിയെടുക്കും. ഇമാം മാലിക്കിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, ഹദീസ് പഠിപ്പിക്കുന്ന മജ്‌ലിസ് അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനായിരുന്നു. അദ്ദേഹം വുളൂ ചെയ്യും, കുളിക്കും, നല്ല വസ്ത്രം ധരിക്കും, സുഗന്ധം ഉപയോഗിക്കും, തലയ്ക്ക് എണ്ണ തേക്കും, മുടി ചീകി ഒതുക്കി വലിയ ഗൗരവത്തിൽ വന്നിരുന്നിട്ടാണ് അദ്ദേഹം ഹദീസുകൾ പഠിപ്പിക്കാറുള്ളത്. നടന്നുകൊണ്ട് അദ്ദേഹം ഹദീസ് പറയാറില്ല. അദ്ദേഹം ചോദിക്കുന്നത്, എന്താണ് ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഇത്രയധികം ഒരു ശ്രദ്ധ കാണിക്കുന്നത്? അദ്ദേഹം മറുപടി, നബിതങ്ങളുടെ ഹദീസിന് ഒരു ഗൗരവമുണ്ട്, എന്നെക്കൊണ്ട് ആ ഗൗരവം കുറയാൻ പാടില്ല എന്നാണ്. നമ്മളിപ്പോൾ ഹദീസ് കേൾക്കുമ്പോഴേക്ക് ചവിട്ടി തള്ളണ നിലവാരത്തിൽ നമ്മളെത്തി. അതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മളാരും ഹദീസിന് ആ ഗൗരവം കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളേക്ക് കേൾക്കുന്ന മനുഷ്യന്മാർക്കും അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹദീസിന് ഗൗരവമുണ്ട്, ആ ഗൗരവം എന്നെക്കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ആ ഹദീസ് ക്ലാസ്സിൽ ഒരാൾ അനാവശ്യമായി അനങ്ങിയാൽ പോലും ഇമാം മാലിക് ദേഷ്യപ്പെടുമായിരുന്നതാണ്, സമ്മതിക്കൂല. ഹദീസ് പറയുമ്പോൾ അങ്ങനത്തെ അദബുകേട് പറ്റൂല എന്നാണ്. ആ അദബ് പാലിക്കണം. അദ്ദേഹം കർക്കശമായി നിലപാടെടുക്കുമായിരുന്നു. ഇമാം ഷാഫി പറയാം, എല്ലാവരും ഇങ്ങനെ എഴുതുന്നു, എൻ്റെ അടുത്ത് എഴുതാൻ പേനൊക്കെ ഉണ്ട്, പക്ഷെ അത് കഴുതപ്പുറത്താണ്, പെട്ടി അയച്ചിട്ടില്ലല്ലോ, അപ്പോൾ എഴുതാൻ സംവിധാനമില്ല. അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഇമാം മാലിക്കിന് ഹദീസ് കേൾക്കുമ്പോൾ അത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം ഇഫ്ലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇമാം മാലിക് പറയുമ്പോൾ തന്നെ അങ്ങനെ കേട്ട് അതങ്ങനെ പഠിക്കണം. അപ്പം മറക്കാതിരിക്കാൻ വേണ്ടി ഇമാം ഷാഫി കയ്യിൽ ഇങ്ങനെ തുപ്പലാക്കിയിട്ട് മറ്റേ കയ്യും അങ്ങനെ എഴുതി. ഇമാം മാലിക് പറയുമ്പോൾ ഇങ്ങനെ എഴുതും, അങ്ങനെ ഇഫ്ലാക്കും, അങ്ങനെ എഴുതുന്നു, അപ്പം ഇങ്ങനെ ഇഫ്ലാകുന്നു. അടുത്ത ഹദീസ് പറയും, അത് എഴുതും. ഇമാം മാലിക് നോക്കുമ്പോൾ ഒരുത്തനുണ്ട് അവിടെ ബാക്കിൽ ഇങ്ങനെ തുപ്പലം കൊണ്ട് കളിക്കുകയാണ്, തൊള്ളിങ്ങനെ കൊണ്ട് ഇങ്ങനെ കളിക്കുക. അപ്പം ഹദീസ് ക്ലാസ്സിലാണ് ഈ കുരുത്തക്കേട്. നോട്ട് ചെയ്തോനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ വിളിപ്പിച്ച് പടവാറിന്, എന്താണ് നബിതങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു അദബില്ലാതെ. അപ്പം അദ്ദേഹം ആലോചിച്ചിട്ട് പോലില്ല അദബില്ലാത്തത്. അപ്പം എന്താ ഉസ്താദ് പ്രശ്നമൊന്നും ഇല്ല, ഞാൻ ചെയ്തില്ല, എന്താ ഞാൻ പഠിപ്പിക്കുന്നതോട് കളിക്കുന്നല്ലോ പറഞ്ഞു. ഇപ്പം പറഞ്ഞു, അല്ല ഞാൻ പഠിയാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്, ഇഫ്ലാകാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. എന്നിട്ട് ഇഫ്ലായോ ചോദിച്ചാൽ ഇഫ്ലായിയാറ് എന്നാ ചൊല്ലിയാറ്. അപ്പം അന്നത്തെ ക്ലാസ്സിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് 25 ഹദീസാണ് പഠിപ്പിച്ചത്, സനദടക്കം. ആ 25 ഹദീസും ഇമാം ഷാഫിയാണ് ചൊല്ലിക്കൊടുത്തു. നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ ഹദീസ് ഇതാകുന്നു, നിങ്ങളോട് ഇന്നാൾ പറഞ്ഞു, അവരോട് ഇന്നാൾ പറഞ്ഞു, അവർ നബിയിൽ നിന്ന് കേട്ടു. രണ്ടാമത് പറഞ്ഞ ഹദീസ് ഇതാകുന്നു, നിങ്ങളോട് ഇന്നാൾ പറഞ്ഞു, അവരോട് ഇന്നാൾ കേട്ടു, അവർ നബിയിൽ നിന്ന് കേട്ടു. ഇങ്ങനെ
25 ഹദീസും കൊണ്ട് ചൊല്ലിക്കൊടുത്തു. അപ്പം ഇമാം മാലിക്കിന് മനസ്സിലായി, ഇത് സാധാരണ കുട്ടിയല്ല. എനിക്ക് എന്താ ഈ നേരത്തെ ഉള്ള ഇൽമു ചോദിച്ചു. നേരത്തെ പഠിച്ചത് എന്താണ്? ഞാൻ അള്ളാഹിൻ്റെ കിതാബ് ഹിഫ്ളാക്കിയിട്ടുണ്ട് പറഞ്ഞു. എന്നാൽ ഓതാൻ പറഞ്ഞു. ചോദിച്ചതെല്ലാം ഓതിക്കൊടുത്തു. വേറെ വല്ലതും പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. നിങ്ങൾ എഴുതിയ കിതാബുൽ മുവത്ത എനിക്ക് ഹിഫ്ളാണ് പറഞ്ഞു. അപ്പം അതൊരു ചെറിയ കാര്യമില്ലല്ലോ. അപ്പം ചൊല്ലാൻ പറഞ്ഞു. ചോദിച്ച ഭാഗത്തു നിന്നെല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. 13 വയസ്സ് പ്രായമാണ്. ഇമാം മാലിക് പറഞ്ഞു, എൻ്റെ ഖൽബിൽ അല്ലാഹു തആല ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പാപങ്ങൾ ചെയ്തുകൊണ്ട് നീ അത് കെടുത്തിക്കളയാൻ പാടില്ല. വാ വീട്ടിൽ പോകാറ്. അപ്പം ഇമാം മാലിക് എന്നെ ശിഷ്യനായി സ്വീകരിക്കുമോ എന്ന ബേജാറിലാണ് അദ്ദേഹം ഉള്ളത്. നേരെ പെരയിൽ കൊണ്ടുപോയി ഒരു റൂം കാണിച്ചത്. ഈ റൂമിൽ താമസിച്ചു, ഇവിടെ കിടന്നോ, ഇത് പുറത്തെവിടെയും പോകണ്ട, ഭക്ഷണം ഇവിടെ ഉണ്ടാവും, എനിക്ക് ഇവിടെ കിടക്കാം, പഠിക്കും ചെയ്യാം. 8 മാസം ഇമാം മാലിക്കിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇമാം മാലിക്കിന് ഏറ്റവും അടുത്ത ശിഷ്യനായി മാറാൻ ഇമാം ഷാഫിക്ക് അന്ന് ആ പ്രായത്തിൽ അവസരം കിട്ടി. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഓരോ ദീന് പഠിച്ച രീതിയാണ്. നമ്മൾ ദീന് പഠിക്കാറുമ്പോൾ ഇങ്ങനത്തെ സംഗതി മനസ്സിൽ ആലോചിക്കുന്നത് കൂടി ചിലവ്. നമുക്കിപ്പോൾ ദീന് പഠിക്കാറപ്പം എന്താണ്, അസൻസ് കഴിഞ്ഞാൽ ഒരു അറബി കോളേജ് കൊണ്ടേ ചേർക്കുക, അഫ്ദലുമോ സർട്ടിഫിക്കറ്റ് കിട്ടും, ഓരോ സ്കൂളിൽ മാസമായി കയറും ചെയ്യുക, പിന്നെ കുത്തബയ്ക്ക് അടുത്ത ക്ലാസ് കൊടുക്കുക. അതാണ് ഇപ്പം നമ്മളൊക്കെ ആലിമീങ്ങൾ എന്ന് പറയുന്നത്. നമുക്കതന്നെ വലിയ കാര്യമാണ്. അത് ചെറുതാന്നല്ല പറയണത്, നമുക്ക് അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തെ ലോകത്തേക്ക് നമ്മളാരും പരിചയപ്പെട്ടിട്ടില്ല. 8 മാസം അവിടെ താമസിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇമാം ഷാഫിക്ക് ഒരു ആഗ്രഹം, ഇനി ഒന്ന് കൂഫയിലേക്ക് പോകണം. അത് കൂഫയിൽ മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ഇമാം അബൂ ഹനീഫയുടെ ഏറ്റവും അടുത്ത ശിഷ്യൻ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള കാലമാണ്. അപ്പോൾ ഇതേപോലെ കൂഫയിൽ പോയിട്ട് ഷൈബാനിയുടെ കൂടെ കുറച്ച് കാലം താമസിച്ച് അവിടുന്ന് പഠിക്കാൻ അവസരം കിട്ടിയാൽ അത് വലിയൊരു നേട്ടമാണ്. അങ്ങനെ ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. ഉസ്താദ് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കൂഫയ്ക്ക് പോകാൻ. ആയിക്കോട്ടെ, സമ്മതം കൊടുത്തു. പക്ഷെ ഒരു പ്രശ്നം ഉമ്മാനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മാനോട് മക്കത്തിന് പണ്ട് പറഞ്ഞു പോകുന്നതാണ് മദീനത്തേക്ക് പോകാന്ന്. അതിനപ്പുറം പോണ കാര്യം ഉമ്മയോട് സമ്മതം വാങ്ങിയിട്ടില്ല. അപ്പം എന്ത് ചെയ്യും? ഇനി മക്കത്ത് പോയിട്ട് ചോദിച്ചു വരാനൊന്നും കഴിയില്ല. അപ്പോൾ മാലിക് പറഞ്ഞു, ഇൽമു പഠിക്കാൻ സമ്മതം വാങ്ങിയതല്ലേ, ആ സമ്മതം മതി ഇതിനും. മാലിക് റഹ്മത്ത് 1000 ദീനാറും കൊടുത്തു, കയ്യിൽ വെച്ചോ, യാത്രയിൽ ആവശ്യം വരും, ചെലവിനും മറ്റും ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് കൂഫയിൽ നിന്ന് വന്ന ഒരു യാത്രാ സംഘം തിരിച്ചു പോകുമ്പോൾ അവരെ കൂടെ അദ്ദേഹം കൂഫയിലേക്ക് പോയതാണ്. അവിടെ ചെന്ന് ഹസൻ ഷൈബാനിയെ പരിചയപ്പെട്ടു. ഷൈബാനിയുടെ കൂടെ ഇതേപോലെ ചാൻസ് ഉണ്ടായി ഒരു ഡയറ്റ് പരിചയപ്പെടാൻ. അദ്ദേഹം പള്ളിയിൽ ചെന്നപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പം ഇമാം ഷാഫി അത് ചെറിയ കുട്ടിയാണ്, 13 വയസ്സും 8 മാസമുള്ളപ്പോഴേക്ക്. ഇമാം ഷാഫി ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ഇയാൾ നിസ്കരിക്കാണ്ടപ്പോൾ ഈ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വിളിച്ചാൽ നിങ്ങൾ നിസ്കാരം ശരിയല്ലായിരുന്നു. അപ്പം ഇയാൾ ചൂടായി, ഞാനിവിടെ ഷൈബാനിയുടെ നാട്ടിലാണ്, ഷൈബാനി ഉള്ള കാലത്ത് ഞാൻ ഇവിടെ ഇത്ര കൊല്ലം നിസ്കരിക്കുന്നത്, എഞ്ചപ്പോൾ ഒരാൾ വന്ന് എന്നെ തിരുത്താൻ വേണ്ടിയാണ്. ഇദ്ദേഹം പോയിട്ട് ഷൈബാനിയോട് പോയി പരാതി പറഞ്ഞു, ഏതോ ചെക്കൻ വന്ന് എന്നോട് നിസ്കാരം ശരിയല്ലാറുണ്ട് എന്ന്. ഓനെ വിളിച്ചു വന്നു, ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി കേട്ടപ്പോൾ ഷൈബാനിക്ക് മനസ്സിലായി ഇതൊരു സാധാരണക്കാരനല്ല. അവന് എവിടുന്നാണ് വരുന്നത് ചോദിച്ചു. ഞാൻ മദീനത്തു നിന്നാണ്. ഇമാം മാലിക്കിനെ കണ്ടിന് ചോദിച്ചാൽ കണ്ടിന്. ഇമാം മാലിക്കിൻ്റെ വീട്ടിൽ 8 മാസം താമസിച്ചതാണ്. ഖലാസ്, പിന്നെ ഇനി ബാക്കി ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പരിചയപ്പെട്ടു, ഷൈബാനിയുമായി ബന്ധം സ്ഥാപിച്ചു. ഷൈബാനിയുടെ വീട്ടിൽ ഇതേപോലെ ചാൻസ് കിട്ടി. 4 മാസം അവിടെ താമസിച്ചു. ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ഇമാം ഷൈബാനി വിചാരിച്ചു ഏതായാലും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഏതായാലും 2 ആഴ്ച സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം മദീനയിൽ നിന്ന് കൂഫയിലേക്ക് അന്നെത്തിയത്. ഇവിടെ യാത്രാക്ഷീണമൊക്കെ ഉണ്ടാവും, നാട് വിട്ടു പോകുന്നതാണ്, ഉമ്മാനെ കാണാൻ പോകുന്നതിനാവും, ചെറിയ കുട്ടിയാണല്ലോ, പക്ഷേ രാത്രി ഉറക്കം വരൂല. അപ്പം അതിൽ മബ്സൂത്ത് എന്നൊരു കിതാബ് എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉറക്കം വരുന്ന ഇത് വായിച്ചോ, ഉറക്കം വരുമ്പോൾ ഉറങ്ങിയാൽ മതി, അതുവരെ ഇത് വായിക്കാം. അപ്പം കിട്ടിയപ്പോൾ അത് വലിയ ആവേശമായി, അത് വായിച്ചു. അത് വായിക്കാൻ കിട്ടിയപ്പോൾ പിന്നെ ഉള്ള ഉറക്കം കൂടി പോയി. അദ്ദേഹം ഇരുന്നത് വായിച്ചത്. നേരം വെളുക്കോളം ഇരുന്ന് വായിച്ചിട്ട് സുബിയാവുമ്പോഴേക്ക് ആ കിതാബ് ഫുള്ള് ഹിഫ്ളായി എന്നാണ്, കംപ്ലീറ്റ് കാണാപ്പാടം പിടിച്ചു. ഉസ്താദ് അറിഞ്ഞിട്ടില്ല, വായിച്ചു കഴിഞ്ഞു. ഉസ്താദിന് രാവിലെ കിതാബ് കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം ഒരു മസല പറയുമ്പോൾ
ഇമാം ഷാഫി തിരുത്തി കൊടുത്തോ, ഉസ്താദ് അങ്ങനെയല്ലല്ലോ, അതിങ്ങനെയാണല്ലോ. അപ്പം അല്ല, മബസൂത്തിലുണ്ട്. അപ്പം ഇമാം ഷാഫി മബസൂത്തിൽ അങ്ങനെയല്ല, ഉസ്താദ് ഇങ്ങനെയുള്ളത് കാരണം അല്ലല്ലോ. അപ്പം ഇമാം ഷാഫി അതിങ്ങനെ മേലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണ് മബസൂത്തിലുള്ളത്. അപ്പം അദ്ദേഹം കിതാബ് എടുത്ത് കൊടുത്ത് നോക്കുമ്പോൾ ഓൻ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം എനിക്ക് മബസൂത്ത് എവിടുന്ന് പഠിഞ്ഞു വെച്ചു, അത് ഞാൻ അന്ന് നിങ്ങൾ തന്നപ്പോൾ ഹിഫ്ലാക്കിയതാണ്. ഇങ്ങനെ ദീന് പഠിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. എല്ലാം ത്യജിച്ച് ത്യാഗം ചെയ്ത് അറിവിൻ്റെ വഴിയിൽ ആയുസ് തന്നെ മാറ്റിവെച്ചിട്ടാണ് അവരൊക്കെ മഹാപണ്ഡിതന്മാരായി മാറിയത്. ധാരാളമായി അവർ യാത്ര ചെയ്തു. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി എന്ന കിതാബ് ക്രോഡീകരിക്കാൻ വേണ്ടി 14,000 കിലോമീറ്ററാണ് ആ കാലത്ത് യാത്ര ചെയ്തത്. കഴുതപ്പുറത്തും നടന്നും ഏതെങ്കിലും യാത്രാസംഘത്തിൻ്റെ കൂടെ കൂടിയും വഴിയിൽ നിന്ന് ഒരു പോകുമ്പോൾ പിന്നെ ഇറങ്ങിയിട്ട് ബാക്കി നടക്കും. അങ്ങനെയൊക്കെ 14,000 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഇമാം ബുഖാരി ആ കാലത്ത്, അദ്ദേഹം ജനിച്ചത് ഹിജ്റ 194, മരിച്ചത് 256. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം 14,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്. പലപ്പോഴും പട്ടിണിയാണ്, കഴിക്കാനൊന്നുമില്ല. ഇമാം ബുഖാരിയുടെ ശിഷ്യൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇമാം ബുഖാരിയുടെ ദർസിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. ഫഫഖദ്നാഹു അയ്യാമൻ, കുറേ ദിവസങ്ങൾ പിന്നെ ഉസ്താദിനെ കാണുന്നില്ല, ക്ലാസ് എടുക്കാൻ വരുന്നില്ല. അപ്പം ഞങ്ങൾ അന്വേഷിച്ചു, എന്ത് പറ്റി, ഉസ്താദിന് വരുന്നില്ലല്ലോ. വീട്ടിൽ ചെന്നു, താമസിക്കുന്ന ഒരു വീട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് ആകെ ഉടുത്ത ഒരു തുണിയേ ഉള്ളൂ. ആ തുണി കൂടി കീറി, വേറെ തുണിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ക്ലാസ്സിന് വരാത്തത്. ഒരു മാറ്റി കൊടുക്കാൻ തുണിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫജമഅനാ ലഹു ദറാഹിമ വസ്തറൈനാ ലഹു സൗബൻ. ഞങ്ങളൊക്കെ പടം കൂടി കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ട് ഒരു വസ്ത്രം വാങ്ങി ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അതിന് ശേഷമാണ് അദ്ദേഹം ക്ലാസ്സിന് വന്നത്. അത്ര അവർ ത്യാഗം സഹിച്ചു എന്നർത്ഥം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ ദീന് പഠിക്കാൻ വേണ്ടി പുറപ്പെട്ട് അതിനുവേണ്ടി ഒരുങ്ങിയപ്പോൾ പലപ്പോഴും ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, വീട് കാര്യങ്ങൾ നോക്കാൻ പറ്റൂല. അങ്ങനെ വീടിൻ്റെ മേൽക്കൂര തകർന്നു, അതിൻ്റെ ഒരു ഭാഗം ഒന്നാകെ പൊളിഞ്ഞു വീണപ്പോൾ ഞാൻ ആ വീണ മരമൊക്കെ പടുത്തത് അതുകൊണ്ടുപോയി വിറ്റുന്നുണ്ട്. തൽക്കാലം പഠിക്കാനുള്ള പൈസ ആയല്ലോ അത്. അങ്ങനെയാണ് അവർ പഠിച്ചത്. ഇപ്പം മതം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനന്മാർ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക, ഒരു കോഴ്സ് പാസ്സാവുക എന്നുള്ളതല്ല. അത് അക്കാഡമിക്കലി ഒരു കോഴ്സ് പാസ്സാവുക എന്നതല്ല ദീന് പഠിക്കൽ. റബ്ബ് നമ്മോട് ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അത് വ്യത്യസ്ത നിലവാരത്തിലാണ്. ഫർള് ഐനായ ഇൽമുണ്ട് ഓരോ വ്യക്തിയും പഠിക്കേണ്ടത്. നമ്മുടെ അഖീദ ശരിയാവണം, നമ്മുടെ അടിസ്ഥാന ഇബാദത്തുകൾ ശരിയാവണം, നമുക്ക് നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കണം. അതിനാവശ്യമായ അറിവുകൾ നേടൽ ഫർള് ഐനാണ്. 5 നേരത്തെ നിസ്കാരം പോലെ, റമദാൻ മാസം നോമ്പ് പോലെ വൈയക്തികമായ നിർബന്ധ ബാധ്യതയാണ്, ഫർള് ഐനാണ് അത്തരം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. അൽ ഈമാനു ബില്ലാ, അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം. നമ്മൾ എവിടുന്നാണ് പഠിച്ചത്? അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മൾ എവിടുന്നാണ് പഠിച്ചത്? നമുക്ക് വഹയില്ലല്ലോ. നമ്മൾ എന്നോ ഒരു മദ്രസയിൽ പോയി ആകെ കുറഞ്ഞ കാലങ്ങൾ എന്തോ 4 പുസ്തകം പഠിച്ചു, അതന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബാക്കി അങ്ങനെ പോവാണ്. നമ്മളൊക്കെ മുജാഹിദാണ്, മുജാഹിദാണ്, അത്രേ ഉള്ളൂ. നമ്മൾക്ക് അക്കീദ അപ്പം എന്താണ്? അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, വേറൊന്നുമില്ല. അതല്ലല്ലോ. അതിനപ്പുറത്ത് പടച്ച റബ്ബിനെ പറ്റിയുള്ള ഇൽമ്, അവനെ പറ്റിയുള്ള വിശ്വാസം. എന്താ വിശ്വസിക്കേണ്ടത്? അവൻ്റെ നാമങ്ങൾ, അവൻ്റെ പ്രവർത്തികൾ, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ സത്ത, റബ്ബുമായി ബന്ധപ്പെട്ട വിശാലമായ ഏരിയകൾ, അല്ലാഹു റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത് പഠിക്കേണ്ടതുണ്ട്. ഒരു സാധാരണക്കാരനാണെങ്കിൽ സാധാരണക്കാരന് ആവശ്യമായ അളവിൽ, അവൻ്റെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ആവശ്യമായ അളവിൽ അവൻ പഠിക്കണം. വിശേഷ ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ഫിത്നകൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയില്ല ഏത് ഫിത്നയിലാണ് നമ്മുടെ ഈമാൻ തെറ്റാന്ന് അറിയില്ല. വാട്സപ്പിൽ വരുന്നൊരു മെസ്സേജ് ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഈമാൻ തെറ്റാൻ കാരണമാവുക. ഒരാളുമായുള്ള സഹവാസമായിരിക്കാം നമ്മുടെ ഈമാൻ തെറ്റാൻ കാരണമാവുക. ഏതെങ്കിലും ക്ലാസ്സിൽ പോയി പങ്കെടുത്തു, അതുകൂടി നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമായേക്കാം. മുൻഗാമികൾ വലിയ ശ്രദ്ധ ആ രംഗത്ത് കാണിച്ചു. ഇപ്പം ഖദരികൾ രംഗത്ത് വന്ന കാലഘട്ടം,
സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് അന്ന്. താബിഈങ്ങൾ ധാരാളമുണ്ട്. അന്നാണ് ഖദരിയാക്കൾ ഖദർ വിഷയത്തിൽ പിഴച്ചു പോയ സംഘം വരുന്നത്. ഖദർ രണ്ട് കൂട്ടരാണ് പിഴച്ചത്. ഒന്ന് ഖദർ ഇല്ല എന്ന് പറഞ്ഞവർ, അള്ളാഹിന്റെ ഖദറൊന്നും ഇല്ല, റബ്ബ് അങ്ങനെ കാര്യം തീരുമാനിച്ചിട്ടുമില്ല, നിശ്ചയിച്ചിട്ടുമില്ല. അള്ളാഹു തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചു വിട്ടു, ഓൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, അള്ളാഹു തആല അതിലൊന്നും ഇടപെടുന്നില്ല, അങ്ങനെ മുൻകൂട്ടിയുള്ള ഖദറൊന്നുമില്ല. ഇതാണ് ഒരു വിഭാഗം ഖദരികൾ. രണ്ട് നേരെ ഓപ്പോസിറ്റ്, പടച്ച റബ്ബിനെ ഉള്ളൂ തീരുമാനവും പ്രവൃത്തിയും, മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മനുഷ്യന്മാർക്കൊരു പ്രവൃത്തിയുമില്ല, മനുഷ്യന്മാർ ചെയ്യുന്നുമില്ല. അള്ളാഹു തആല ഓൻ അങ്ങനെ കൊണ്ടുപോയി പള്ളി കയറ്റാൽ പള്ളി കയറും, കള്ളുഷാപ്പ് കയറ്റാൽ കള്ളുഷാപ്പ് കയറും, നമുക്ക് റോളൊന്നുമില്ല. കാറ്റടിക്കുമ്പോൾ ഇല അനങ്ങുന്ന പോലെ അള്ളാഹിന്റെ വശീയത്ത് പ്രകാരം നമ്മളങ്ങനെ പോവുകയാണ്. അപ്പം പിന്നെ ശിക്ഷിക്കപ്പെടുന്നത് എന്തിനാണ്? നിസ്കരിക്കാൻ ശിക്ഷ ഉണ്ട്, അത് പറ്റുമോ? പറ്റൂല. കാരണം നിസ്കാരം നമുക്ക് ചെയ്യാൻ കഴിയില്ല. കള്ളുടിച്ചാൽ ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ കഴിവപ്പെട്ടതല്ല, അള്ളാഹു ചെയ്യാണ്. പക്ഷെ അള്ളാഹ്ക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്, അള്ളാഹിന്റെ സൃഷ്ടികളാണല്ലോ, അള്ളാഹിന്റെ പഠിപ്പാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്താലും ചോദിക്കാൻ പറ്റൂല എന്നാണ് അവർ അത് ന്യായം കണ്ടെത്തിയത്. ഈ രണ്ട് വഴിക്കാണ് ഖദറിൽ പ്രധാനമായും തെറ്റിപ്പോയത്. ഖദരികൾ വന്ന കാലത്ത് സ്വഹാബിമാരൊക്കെ വലിയ ജാഗ്രത കാണിച്ചു. ഖദരികളിൽപ്പെട്ട ആളുകൾ കണ്ട മക്കളോടൊക്കെ പറയും, മോനെ ചെവി പൊത്തിക്കോ, ഓനെ സംസാരം കേൾക്കണ്ടെന്ന്. അവിടെ ചെവി നീ പൊത്തിക്കോ, അല്ലെങ്കിൽ ഓനെ വർത്താനം കേട്ട ഒരു പക്ഷേ സ്വാധീനമുണ്ടാവും, തെറ്റിപ്പോകും, ഈമാൻ തെറ്റും. ചില പ്രസംഗം കേൾക്കണ്ട തീരുമാനിക്കേണ്ടി വരും നമ്മൾ. ആ പ്രസംഗത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് സ്വാധീനമുണ്ടാക്കും. 100% ഹക്കായ മൻഹജുള്ള അഖീദയുള്ള ആളാണ് എന്ന് ഉറപ്പുള്ള ഒരാളെ നമ്മൾ ഖുതുബക്കും ക്ലാസ്സിനും പിടിക്കാൻ പറ്റുള്ളൂ അർത്ഥം. മറ്റേ ബന്ധം ഉപ്പര് ഈ വിഷയത്തിൽ കുഴപ്പമില്ലല്ലോ എന്ന്, ആ വിഷയത്തിൽ കുഴപ്പമുണ്ടാവില്ല. അതിലൂടെ നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ഒരു പ്രസംഗം ഇഷ്ടപ്പെടും, അപ്പോൾ അടുത്ത പ്രസംഗം ബാക്കിൽ ഇങ്ങനെ വരും, അപ്പോൾ അത് കേൾക്കും, പിന്നെ അപ്പുറം കേൾക്കും. ഇതിങ്ങനെ കേട്ടുപോകുമ്പോൾ അറിയാതെ ചില സ്വാധീനങ്ങൾ നമ്മിൽ വന്നു പോകും. അത് മാത്രം നമുക്ക് ഇൽമില്ലാത്തതുകൊണ്ട്, ഇൽമുണ്ടെങ്കിൽ തിരക്കില്ല. അവിടെ നമ്മുടെ വിശ്വാസം തെറ്റാതിരിക്കാൻ ആവശ്യമായ അളവിൽ അഖീദ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുൻഗാമികൾ ധാരാളം കിതാബുകൾ ആ വിഷയത്തിൽ എഴുതി. എല്ലാ കാലത്തും ഗ്രന്ഥങ്ങൾ അരങ്ങത്തുണ്ട്. ഒരുപാട് ഖണ്ഡനങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതേപോലെ ഓരോ രംഗത്തും നിസ്കാരം, 5 നേരത്തെ നിസ്കാരം ഫർളാണല്ലോ, അത് എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പറ്റൂല. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അങ്ങനെ നിസ്കരിക്കുക. നമ്മളിപ്പോൾ 3 സഫ് നിസ്കരിച്ചിട്ട് അത് വെറുതെ വീഡിയോ എടുത്ത് നോക്കുക. നമ്മൾ ഒരു ജമാഅത്ത് എടുക്കുമ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ കോലത്തിലേക്കും നിസ്കരിക്കണത് പല രൂപത്തിലാണ്. ചിലതൊക്കെ നിസ്കാരം പാത്രമാണതല്ല, കൂലി കുറയും, പൂർണ്ണത കുറയും, ഇരുത്തം ശരിയായില്ല, അല്ലെങ്കിൽ ഒരു ചെയ്തി വിചാരിച്ച പോലെ ആയില്ല. ചിലത് നിസ്കാരത്തെ ബാത്തിലാക്കും, ചിലത് നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ കുറക്കും. അപ്പോൾ അത് അറിഞ്ഞ് ചെയ്താലോ നമുക്ക് ലാഭമാണ്. നോമ്പ് നമ്മൾ നോക്കുക, എന്താ നോമ്പ് വയ്ക്കണത്? രാവിലെ നാസ്തല്ല, ഉച്ചയ്ക്ക് ചോറില്ല, 4 മണിക്കുള്ള ചായയില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അതല്ലല്ലോ. അതുമാത്രമല്ലല്ലോ നോമ്പ്. അതിനപ്പുറത്ത് നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാലിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പം അത്തരം കാര്യങ്ങൾ പഠിക്കൽ ഫർള് ഐനാണ്, നിർബന്ധമായും ചെയ്യേണ്ടുന്ന ബാധ്യതയാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഫർള് കിഫായയാണ്. ഒരാൾ മരിച്ചു, അത് സമ്പത്ത് എങ്ങനെ ഓഹരി വെക്കണം, അതിപ്പോൾ എല്ലാവരും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് പഠിച്ച ആരെങ്കിലുമൊക്കെ നാട്ടിലുണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. ഒരാൾക്കും അറിയില്ല എന്ന് വന്നാൽ എല്ലാ മുസ്ലിമീങ്ങളും കുറ്റക്കാരാണ്. ഒരു മയ്യിത്ത് നിസ്കാരം പോലെയാണ്. ഒരാൾ മരിച്ചു, ആരും നിസ്കരിച്ചില്ല, എന്നാൽ ആ നാട്ടിലെ എല്ലാ മുസ്ലിമീങ്ങളും കുറ്റക്കാരാവും. ഒറ്റ ആൾ നിസ്കരിച്ചു, മതി, കടമ കഴിഞ്ഞു. ഒരാളിങ്ങനെ പൈപ്പ് തിരിച്ചിട്ട് മയ്യത്തിനെ മേലെ ഇങ്ങനെ വെള്ളാക്കി, മതി, കുടിപ്പിക്കുക എന്നുള്ള ബാധ്യത കഴിഞ്ഞു. ഒരു കുഴി കുത്തിയിട്ട് ആ മയ്യത്ത് തോണ്ടിയെടുത്തിട്ട് ആയി കൊണ്ടിട്ടിട്ട് മൂടിപ്പോയി, മറവ് ചെയ്തു, ബാധ്യത കഴിഞ്ഞു. ഒരാൾ ചെയ്താൽ എല്ലാവരുടെ കുറ്റം കഴിഞ്ഞു. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി. ഇതാണ് ഫർള് കിഫായ എന്നത്. ഇതുപോലെയാണ് മറ്റു വിശദമായ അറിവുകൾ. ഇപ്പം കിതാബ് ഓതി പഠിക്കുക, അതിപ്പോൾ എല്ലാവരും കിതാബ് ഓതാൻ പറ്റുന്നില്ല, അങ്ങനെയില്ല. പഠിച്ചാൽ നല്ല കാര്യം, പക്ഷെ എല്ലാവരും
വളരെ ആഴത്തുള്ള ആലിമ്യങ്ങളായി പോകണം എന്നല്ല പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ദീനിൽ ഒരു വിഷയം വന്നാൽ അത് ചോദിക്കാനും പറയാൻ പറ്റിയ ആളുകൾ ഉണ്ടാവണം. ദീനിനെതിരെ വെല്ലുവിളികൾ വരുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ നാട്ടിലുണ്ടാവണം. ദീനിൻ്റെ പല അധ്യാപനങ്ങളെയും പരിഹസിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടാവണം. അത് ഉണ്ടായി വരിക എന്നുള്ളത് സമൂഹത്തിൻ്റെ കടമയാണ്, ഓരോരുത്തർ ഒരു വാപ്പാന കടമല്ല. ഇപ്പം ജാമ്യാൽ ഹിന്ദ് എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയത്? എന്തിനാ നമ്മൾ പൈസ കൊടുക്കണം? പറഞ്ഞത് ജാമ്യക്ക് പൈസ കൊടുക്കണം. എന്തിനാ ഇപ്പോൾ ജാമ്യക്ക് പൈസ കൊടുക്കുന്നത്? ഇപ്പോൾ എത്രയും കുട്ടികൾ MBBS പോകുന്നുണ്ട്, അതിന് നമ്മൾ പിരിവെടുക്കുന്നുണ്ടോ? എത്രയും കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, നമ്മൾ പിരിവെടുക്കുന്നുണ്ടോ? അതിന് പിരിവെച്ച് നമ്മളതിന് കൊടുക്കുമോ? അപ്പോൾ അവിടെ എന്തിനു പറയാണ്, ഒരു MBBS കോളേജ് അടുത്തുണ്ട്, അതിന് കുറച്ച് ബാധ്യത ഉണ്ട്, പൈസ ഉണ്ടെങ്കിൽ ആരും പിരിവെടുക്കുക. അതിന് വേണ്ടി ഷെയർ തരാമെന്നറിയും, അല്ലാതെ പിരിവെടുക്കാൻ പറ്റില്ല അറിയും. എന്തിനാ ഇപ്പോൾ ജാമ്യക്ക് നമ്മൾ പിരിവെടുക്കുന്നത്? ഇത് സാമൂഹ്യ ബാധ്യതയാണ്. അപ്പം അവിടെ സമ്പത്തുള്ളവർ സമ്പത്ത് കൊടുക്കുന്നു, സമയമുള്ളവർ സമയം കൊടുക്കുന്നു, മക്കളെ പറഞ്ഞയക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ പൊതുവായ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നു. നമ്മളാരൊന്നും കൊടുത്തില്ല, നമ്മളെ ബാധ്യത വേറെ കൊണ്ട് അവിടെ നടന്നു പോയിക്കോളും. അപ്പം നമുക്കൊരു ഒരു ഫർളിയത്ത് അതിലുണ്ട് എന്നർത്ഥം. ദീന് പഠിക്കുന്നിടത്ത് അങ്ങനെയാണ്. ഇനി അതും പോലെ അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കണം. ജാമ്യം ഒരു അക്കാഡമിക്കൽ കോഴ്സാണ്, 7 കൊല്ലം പഠിക്കും. നമ്മളെ സംബന്ധിച്ച് അൽഹംദുലില്ലാ ഹിക്കമികൾ വലിയ നേട്ടമാണ്. അതിനപ്പുറത്തേക്ക് പിന്നെയും പഠിക്കണം, അത് ഓൽക്കുണ്ടാവേണ്ട ബോധമാണ്. പിന്നെ 7 കൊല്ലം പഠിച്ചിറങ്ങി ഹിക്കമി ആയി കഴിഞ്ഞാൽ ഒരു പഠനം അവസാനിക്കുന്നില്ല, പഠനം ആരംഭിക്കുകയാണ്. ഇനി അവർ മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ യാത്ര ചെയ്യണം, ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും, ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരും. അത് അവർ ചെയ്യണം. അത് അവർക്ക് നമ്മൾ നൽകുന്ന ബോധങ്ങളാണ്. ഇമാം ഷാഫി ഉണ്ടായത് അങ്ങനെയാണ്, ഇമാം മാലിക് ഉണ്ടായത് അങ്ങനെയാണ്. അത്തരം ആളുകൾ ഇനിയും ഉണ്ടായി വരണം. അപ്പം നമുക്ക് വരെ ജീവിതകാലം ഫുള്ള് പോലെ പിന്നാലെ പഠിപ്പിക്കാൻ കഴിയില്ല. അവർ 7 കൊല്ലം പോലെ കൊണ്ടുവന്ന് നമ്മളോട് നിർത്തി താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ദീനിൻ്റെ അസ്ലുകൾ പറഞ്ഞു കൊടുത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്, അറിവിൻ്റെ വിശാലമായ ലോകം അവരെ പരിചയപ്പെടുത്തി കൊടുത്ത് പോലെ നമ്മൾ അതിന് യോഗ്യരാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കുന്നു. ഇനി അവർ ജീവിതകാലം മുഴുവനും പഠനം തുടർന്നു കൊണ്ടേയിരിക്കണം. ഇമാം അഹ്മദ് പറയുമായിരുന്നു, മഅൽ മഹ്ബറ ഇദൽ മഖ്ബറ, ഒരു മശുക്കുപ്പിയുമായി മരണം വരെ എന്നാണ്. മഖ്ബറ വരെ, ഖബർസ്ഥാന് വരെ ഈ മശുക്കുപ്പിയും പെന്നും കൈവശം ഉണ്ടാവും അർത്ഥം. ഇമാം അഹ്മദ് എപ്പോഴും നടക്കുമ്പോൾ അങ്ങനെയാണ്, എഴുതാനുള്ള പെന്നും മശുക്കുപ്പി ഒപ്പം ഉണ്ടാവും, ശിഷ്യന്മാർ കൂടെ ഉണ്ടാവും ചെയ്യും, ചോദിക്കാനും പഠിക്കാനും വേണ്ടി അങ്ങനെ കുറേ. ആ പോക്ക് അങ്ങനെ പോകലാണ്. അപ്പം ഇത് എത്ര കാലം ഇങ്ങനെ എന്ന് വെച്ചപ്പോൾ ഇതൽ മഖ്ബറ, ഈ മഹ്ബറയോടൊപ്പം ഇതൽ മഖ്ബറ, ഖബർസ്ഥാന് വരെ ഇങ്ങനെ പോകും, ഇങ്ങനെ പോണം എന്നാണ് അവർ നിലപാടായി സ്വീകരിച്ചത് എന്നർത്ഥം. ഇബ്നു മുബാറക് റഹിമഹുള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഇലാ മത്താ തത്ലുബുൽ ഇൽമ, എത്ര കാലം നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും? എന്നും പഠിക്കണം. എത്ര കാലം നിങ്ങൾ പഠിക്കും? അദ്ദേഹം പറഞ്ഞ മറുപടി, ഹത്തൽ മമാതി ഇൻഷാ അല്ലാഹ്, മരിക്കുന്നത് വരെ പഠിക്കണം എന്നാണ് ഒരു പറഞ്ഞ മറുപടി. അതാണ് ലോകത്ത് വന്ന ഇമാമിങ്ങളുടെ ജീവിതത്തിലെല്ലാം നമ്മൾ കാണുന്നത്. അബൂ ഹാത്തിമുർ റാസി റഹിമഹുല്ലാ വലിയ ഹദീസിൽ അവഗാഹമുണ്ടായിരുന്ന പണ്ഡിതനാണ്. ഹദീസിന്റെ നിദാനശാസ്ത്രത്തിലും അഗ്രഗണ്യനായ ആളാണ് അബൂ ഹാത്തിമുർ റാസി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്നു അബി ഹാത്തിം വാപ്പാനെ പോലെ തന്നെ ആ രംഗത്ത് ഉയർന്നു വന്ന മഹാപണ്ഡിതനായി മാറിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ മേഖല ഹദീസ് വിജ്ഞാനീയങ്ങളാണ്. ഹദീസിൻ്റെ നിദാനശാസ്ത്രം, അതിൻ്റെ ഉലൂമ്, അതിൻ്റെ സനദ്, അതിൻ്റെ റിജാല്, അതുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് രണ്ടുപേരും ഏറ്റവും അധികം സേവനം ചെയ്തത്. വാപ്പയേക്കാൾ മികച്ച മകൻ, മകനേക്കാൾ മികച്ച വാപ്പ എന്ന മട്ടിലാണ് രണ്ടുപേരും ഉണ്ടായിരുന്നത്. അബൂ ഹാത്തിമുർ റാസി റഹിമഹുല്ലാഹ് മരിക്കാൻ കിടക്കുമ്പോൾ അവസാന ശ്വാസത്തിൻ്റെ സമയത്ത് പോലും മകൻ പോയി സംശയം ചോദിക്കുന്നത് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പം മരിക്കാൻ കിടക്കുമ്പോൾ മോൻ ചോദിക്കുകയാണ്, പാപ്പ ഉഖബത്തിന് സുഹബത്തുണ്ടോന്ന്. ഒരു ഹദീസിൽ വന്ന റിപ്പോർട്ടറാണ് ഉഖബത്ത്. ആ ഉഖബത്ത് സ്വഹാബിയാണോ, നബിയെ കണ്ട ആളാണോ, സുഹബത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉഖബത്തിന് സുഹബത്തില്ല എന്ന് വാപ്പ പറഞ്ഞു. അത് കഴിഞ്ഞ് വാപ്പ മരിക്കുകയും ചെയ്തതാണ്. ആ അവസാന നിമിഷങ്ങളിൽ പോലും അറിവ് തേടിയ, അത് പകർന്നു കൊടുത്ത മാതൃകയാണ് അവർ മുന്നോട്ട് വെച്ചർത്ഥം. ആ മകൻ ഇബ്നു അബി ഹാത്തിം വാപ്പയായ അബൂ ഹാത്തിമിനെ പറ്റി പറയുന്നുണ്ട്, എൻ്റെ വാപ്പ
അദ്ദേഹം ഈ വിജ്ഞാനയാത്ര ആരംഭിച്ച കാലം മുതൽ ബാപ്പ ധാരാളമായി യാത്ര ചെയ്തിട്ടുണ്ട്. അത് ബാപ്പ തന്നെ മകന് പറഞ്ഞു കൊടുത്ത അനുഭവം മകൻ പിന്നീട് ഉമ്മത്തിന് കൈമാറി കൊടുക്കുക. അതിന് ബാപ്പ അബൂ ഹാത്തിം റാസി റഹിമഹുല്ല പറഞ്ഞ അദ്ദേഹത്തിന്റെ യാത്ര സമയത്തു അബി യഖൂൽ, എൻ്റെ ബാപ്പ പറഞ്ഞു ഞാൻ കേട്ടു, അവ്വലു മാ ഖറജ്തു ഫീ തലബിൽ ഹദീസ് അഖംതു 7 സിനീൻ. ഹദീസ് പഠിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട എൻ്റെ ഒന്നാമത്തെ യാത്ര 23-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ യാത്ര ചെയ്യുന്നത്. ആ യാത്ര 7 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ചെത്തുന്നത്. 7 കൊല്ലം വ്യത്യസ്ത നാടുകളിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള മുഹദ്ദിസുമാരെ കണ്ട് അവിടെ നിന്ന് ഹദീസ് പഠിച്ചിട്ടാണ് ഞാൻ തിരിച്ച് 7 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നത്. ഞാനത് ആദ്യം പോയ പോക്ക് ഞാൻ കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോയി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അതേപോലെ വ്യത്യസ്തമായ നാടുകൾ ഞാൻ സഞ്ചരിച്ചു. എന്ന് മാത്രമല്ല അത് മുഴുവനും ഞാൻ പോയത് നടന്നുകൊണ്ടായിരുന്നു. കുല്ലു ദാലിക മാഷിയൻ ഹാദാ ഫീ സഫരി അൽ അവൽ. എൻ്റെ ഒന്നാമത്തെ യാത്രയിൽ അദ്ദേഹം പറഞ്ഞ യാത്ര വിവരണമുണ്ട്. എൻ്റെ ആ യാത്രയിൽ എനിക്കറിയില്ല എത്ര പ്രാവശ്യമാണ് ഞാൻ ബഗ്ദാദിൽ ചെന്ന് എനിക്കറിയാം. അനമിനെ കൂഫത്തില ബഗ്ദാദ് ഫമാല അഹ്സി കമ്മറാത്ത്. കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് വന്നും പോയി എന്നത് എത്ര പ്രാവശ്യം എനിക്കറിയാം, ഓർമ്മയില്ല. അത്രയും തവണ ഞാൻ കൂഫയിലേക്ക് പോകും, തിരിച്ച് ബഗ്ദാദിലേക്ക് വരും, പിന്നെയും കൂഫയിലേക്ക് പോകും. അങ്ങനെ ധാരാളം തവണ ഞാൻ പോയിട്ടുണ്ട്. ഒമിൻ മക്ക ഇലൽ മദീന മറാത്തിൻ കസീറ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ധാരാളം തവണ ഞാൻ പോവുകയും വരികയും ചെയ്തിട്ടുണ്ട്. കുല്ലു ദാലിക മാഷിയ. ഇതെല്ലാം നടന്നുകൊണ്ടാണ് പോയത്, കംപ്ലീറ്റ് നടന്നുകൊണ്ടാണ് യാത്ര ചെയ്തത്. ഖറജ്തു മിനൽ ബഹർ മിൻ ഖുർബി മദീനത്തി സുല്ല ഇലാ മിസ്ർ മാഷിയ. സുല്ല പട്ടണത്തിൽ നിന്ന് ഈജിപ്തിലേക്ക് ഞാൻ പോയി മാഷിയൻ നടന്നുകൊണ്ട്. ഒമിൻ മിസ്ർ ഇല റംല മാഷിയൻ. ഈജിപ്തിൽ നിന്ന് റംലയിലേക്ക് പോയി നടന്നുകൊണ്ട്. ഒമിൻ റംല ഇലാ ബൈത്തുൽ മുഖദ്ദസ് മാഷിയൻ. അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി നടന്നുകൊണ്ട്. ഒമിൻ റംല ഇലാ അസ്കലാൻ. ഒമിൻ റംല ഇല തൊബരിയ. ഒമിൻ തൊബരിയ ഇലാ ദിമഷ്ക്. അസ്കലാനിലേക്ക് പോയി, തൊബരിസ്ഥാനിലേക്ക് പോയി, ഡമാസ്കസിലേക്ക് പോയി, അവിടെ ഹിംസിലേക്ക് പോയി, അവിടെ അന്താക്കിയയിലേക്ക് പോയി, തൊർത്തൂസിലേക്ക് പോയി, തിരിച്ച് പിന്നെ വീണ്ടും തൊർത്തൂസിലേക്ക് വന്നു, പിന്നെ ഹിംസിലേക്ക് പോയി. ഇങ്ങനെയുള്ള ഈ യാത്രയെല്ലാം ഞാൻ ചെയ്തു. പിന്നീട് അവിടെ ചില ഹദീസ് കൂടി എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ടായത് കൊണ്ട് അത് ഞാൻ കേട്ട് പിന്നെ അവിടെ ഹിംസിൽ നിന്ന് ബൈസാനിലേക്ക് പോയി, ബൈസാനിൽ റിക്കയിലേക്ക് പോയി, റിക്കയിൽ നിന്ന് പിന്നീട് ബഗ്ദാദിലേക്ക് വന്നു. പിന്നീട് അവിടുന്ന് ഞാൻ നെയ്ദിലേക്കും കൂഫയിലേക്കും പോയി, പിന്നെ ഷാമിലേക്ക് പോയി. ഈ യാത്രകൾ മുഴുവനും കുല്ലു ദാലിക മാഷിയ. ഈ യാത്ര മുഴുവൻ നടന്നുകൊണ്ടായിരുന്നു. ഇതെൻ്റെ ഒന്നാമത്തെ യാത്ര 7 കൊല്ലം എടുത്തതാണ്. ഹദീസ് തേടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് 7 കൊല്ലം ഇങ്ങനെ സഞ്ചരിച്ചിട്ടാണ് ഞാൻ അവസാനം 213 അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 7 കൊല്ലം തുടർച്ചയായ യാത്രകൾ കഴിഞ്ഞ് അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് പിന്നീട് 221 അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. അപ്പം ഇത് 2ാമത്തെ ഘട്ടമാണ്. നമ്മുടെ നാടന്മാരൊക്കെ പാടത് തേടി പോകേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള മാതൃകകൾ അവരൊക്കെയാണ്. ഇവരൊക്കെ ഇങ്ങനെ ത്യാഗം സഹിച്ച് ഈ രൂപത്തിൽ പണിയെടുത്തിട്ടാണ് നമുക്ക് ഹദീസൊക്കെ ഇവിടെ കിട്ടിയത്. നമ്മളതാ മനസ്സിലാക്കേണ്ടത്. നമുക്കിപ്പോൾ ഹദീസാണ് സെർച്ച് ചെയ്ത് അടിച്ചു നോക്കിയാൽ ദഈഫാണോ സ്വഹീഹാണോ സനദേതാ മത്തനേതാ കംപ്ലീറ്റ് കിട്ടും. ഈ കിട്ടാനുള്ള വഴിയുണ്ടായത് ഇത്തരം ത്യാഗ പരിശ്രമങ്ങളാണ്. ഖുർആനിൽ ഒരു ആയത്ത് കിട്ടിയാൽ അതിന് തഫ്സീർ എന്താ നമുക്കിന്ന് ബുദ്ധിമുട്ടില്ല അറിയാൻ. ഏത് തഫ്സീർ നമുക്കിത് ലഭ്യമാണ്. നമ്മളെ മൊബൈലിൽ തന്നെ കിട്ടും, ഏത് ഭാഷയിലും. ലോകത്തുള്ള ഏത് കിതാബുകൾ നമുക്ക് കിട്ടും. ഇതൊക്കെ അനേക ലക്ഷം മനുഷ്യന്മാരുടെ കഠിന പരിശ്രമങ്ങളുടെ ഫലമായി ദീൻ സംരക്ഷിച്ചതാണ്. തീർച്ചയായും നാമാണ് ഈ ഖുർആൻ, ഈ ഉത്ബോധനം, ഈ ദിക്ർ അവതരിപ്പിച്ചത്. നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അള്ളാഹ് ഏറ്റ സംരക്ഷണം. ആ സംരക്ഷണം ഇങ്ങനെയൊക്കെയായിരുന്നു. അതിനുവേണ്ടി അള്ളാഹുവിന്റെ കുറെ മനുഷ്യന്മാരാണ്ട് അള്ളാഹ് ഏൽപ്പിച്ചു നടക്കും. ഒരുപാട് ദുർബലവും നിർമ്മിതവുമായ ഹദീസുകൾ പ്രചരിപ്പിക്കപ്പെട്ട കാലത്ത് മുഹദ്ദിസുകൾ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പണിക്കെടുത്തുന്ന എന്താ കാര്യം, അങ്ങേപ്പുറത്ത് ഒരു ഹദീസ് ഉണ്ടാക്കുകയാണല്ലോ. നിങ്ങളിങ്ങനെ തേടിപ്പിടിച്ച് ഹദീസ് ശേഖരിച്ച് സനദും മത്തനും വേർതിരിച്ച് സ്വഹീഹ ദഈഫ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴേക്ക് പെടുന്ന ധാരാളം ഹദീസ് ഉണ്ടാക്കുന്നു. അതൊക്കെ ഇവിടെ പ്രചരിക്കൂലേ? ഇല്ല. തഈശ് ലഹാ അൽ ജഹാബിദ.
അതിന് തന്നെയാണ് അഗ്രഗണ്യരായ ഇത്തരം പണ്ഡിതന്മാരൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ഒരുണ്ടാക്കിക്കോട്ടെ, ഒരുണ്ടാക്കുമ്പോൾ ഇവിടെ പിടിക്കാൻ ഇപ്പോഴത്തെ ആളുണ്ട് അർത്ഥം. ഒരു ഹദീസ് നിർമ്മിച്ചു വിട്ടാൽ നിർമ്മിച്ചു കഴിഞ്ഞാണ് പുറത്തേക്ക് വിടുമ്പോഴേക്ക് അത് പിടിക്കപ്പെടുന്നതാണ്. അത്രയേറെ പടച്ച റബ്ബ് സംവിധാനം ഒരുക്കി, റബ്ബ് ഏറ്റെടുത്തു ഈ ദീനിന്റെ സംരക്ഷണം. അത് അല്ലാഹു തആല പലരെയും ഉപയോഗപ്പെടുത്തും. അപ്പൊ ആ വഴിയിൽ നമുക്കും ചിലത് ചെയ്യാനുണ്ട്. അതാണ് നമ്മളത് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള അനേക ലക്ഷം മനുഷ്യന്മാരുടെ കഠിന പരിശ്രമങ്ങളാലാണ് ഈ ദീൻ ഈ രൂപത്തിൽ നമുക്ക് ലഭിച്ചത് എങ്കിൽ നമുക്കും അതിൽ ചില സേവനങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അവർ ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്, ഇമാം ശുഐബ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഹദീസ് നേടി പോയ കാലത്ത് ദിവസങ്ങളോളം ഞങ്ങൾ പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കൂല, കാരണം സമയം ഉണ്ടാവില്ല. അതേപോലെ ഒരിക്കൽ ഞങ്ങളിങ്ങനെ വൈകുന്നേരം പോകുമ്പോൾ മത്സ്യം വിൽക്കുന്നത് കണ്ടു. എടാ, ഒരു 2 മത്സ്യം വാങ്ങുക, നമുക്ക് കുറേ കാലം തിന്നിട്ട്. അങ്ങനെ ഒരു മത്സ്യം വാങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ദർസ് ഉണ്ട്. അപ്പോൾ മത്സ്യം അവിടെ വെച്ചിട്ട് ദർസക്ക് പോയി. നമ്മളെ ഫ്രിഡ്ജൊന്നും ചില വെക്കാൻ അവിടെ വെച്ചിട്ട് തൽക്കാലം ദർസിൽ പോയി. ദർസ് രാത്രി കുറേ നീണ്ടു, കുറേ വൈകിയാണ് പോകുന്നത്. നമുക്ക് രാവിലെ നോക്കാറ്. അപ്പോൾ രാവിലെ പിന്നെയും ദർസുണ്ട്, അതിന് പോയി. അതേപോലെ 3 ദിവസമായി മത്സ്യം ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. 3 ദിവസമായപ്പോഴേക്കും ഇതിങ്ങനെ സ്മെല്ല് മാറാൻ തുടങ്ങി, വേവിക്കാൻ സമയമില്ല. അപ്പം ഞങ്ങളത് എടുത്ത് തിന്ന് വേവിക്കാതെ അങ്ങ് എടുത്തത് കഴിച്ചു. കഴിഞ്ഞ് വേവിക്കണമെങ്കിൽ പിന്നെ സമയം വേണം, അതിന് സമയമില്ല. അപ്പം തൽക്കാലം എടുത്ത് തിന്നാ, പൈസ എടുത്ത് വാങ്ങിയതന്നെ. അങ്ങനെ തിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പോയി എന്നാണ്. അങ്ങനെയാണ് അവരൊക്കെ ദീനു പഠിക്കാൻ പുറപ്പെട്ടത്. ദിവസങ്ങളോളം പട്ടിണി കിടന്നവർ, ബോധപൂർവം ഭക്ഷണം വെട്ടിച്ചുരുക്കിയവർ. അപ്പോഴേ പഠിക്കാൻ സമയം കിട്ടുള്ളൂ, ആശ്വാസം ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഭക്ഷണം കുറച്ച് ദീനു പഠിച്ച് അവസാനം രോഗിയായപ്പോൾ ചികിത്സിക്കാൻ പോകുന്ന ആൾ പറഞ്ഞു, കുറച്ച് ദിവസം ഒന്ന് വിശ്രമിച്ച് തടിയൊന്ന് ശ്രദ്ധിക്കണം, എന്നാലേ നിങ്ങൾക്ക് മാറുള്ളൂ. അതേ നമ്മൾ തടി എൻ്റെ ശത്രുവാണ്, പിന്നെ ഓനെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കഴിച്ചില്ല. എൻ്റെ ശത്രുവാണ് തടി. എടാ, ആ തടിക്ക് തിന്നാൻ കൊടുത്തത് അടിനെ നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റൂല. അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ എനിക്ക് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേന്ന് പോലെ കാഴ്ചപ്പാട്. ഇപ്പൊ സഹോദരങ്ങൾ, അങ്ങനെയൊക്കെ ഇവർ കഠിന പരിശ്രമം ചെയ്ത് ഓരോ ഹദീസും സംരക്ഷിച്ചു, ഓരോ മസ്അലയും ഒരു കൈകാര്യം ചെയ്തു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന് എല്ലാം മസായിൽ അവർ ഗവേഷണം ചെയ്ത് അതൊക്കെ പഠിച്ചത് മാത്രമല്ല, അവർ കിതാബിൽ രേഖപ്പെടുത്തി പോവുകയും ചെയ്തു. ഇത്ര കിതാബിലൊക്കെ എഴുതി. മുൻഗാമിയുള്ള ഓരോരുത്തർ ചരിത്രം വായിക്കുമ്പോഴും 50, 100, 150, 200, 300 കിതാബ് എഴുതിയ ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും. ഇബ്നു തൈമിയ്യ എപ്പോഴും പറയും വേണ്ട, 6000 കിതാബൊക്കെ എഴുതിയാണ് ഇബ്നു തൈമിയ്യയെ പറ്റി പറയുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എഴുതിയ കിതാബ് മുഴുവൻ കിട്ടിയാൽ നൈൽ നദിക്ക് പാലം കെട്ടാൻ അത് മതിയാകും എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. അത്രയേറെ ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകൾ, ഒറ്റയിരിപ്പിൽ ധാരാളമായി ഇഫ്താക്കിയ ആളുകൾ, ഹദീസുകളും ആയത്തുകളും മാത്രമല്ല ഭാഷയും അതുപോലെ ഓരോന്നും കാണാപാഠം പഠിച്ച ആളുകൾ, ഹിഫ്ദിൽ അത്ഭുതമായിരുന്ന ആളുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മുതൽ ഇങ്ങോട്ടുള്ള വലിയ വലിയ അഗ്രഗണ്യന്മാർ ആ രംഗത്ത് പ്രത്യേകം ചരിത്രം രേഖപ്പെടുത്തിപ്പോയ ആളുകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ ഖവാരിജുകൾ അവർ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ഖവാരിജുകൾ ഇബ്നു അബ്ബാസിനോട് പലപ്പോഴായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഖവാരിജുകൾ ഇബ്നു അബ്ബാസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വെച്ചു, സംശയം ചോദിക്കാനുണ്ട്. അപ്പം അദ്ദേഹം മൈൻഡ് ചെയ്തില്ലാന്നാണ്. കാരണം ഒരു പഠിക്കാൻ വേണ്ടി വരില്ല, വെറുതെ ആളെ തിരിക്കാൻ വേണ്ടി വരികയാണ്. ഇബ്നുൽ അസ്റഖ് എന്ന് പറയുന്ന ഖവാരിജുകളുടെ നേതാവ് ഇബ്നു അബ്ബാസ് ശക്തമായി പ്രയാസപ്പെടുത്തിയ മനുഷ്യനാണ്. വളരെ മോശമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുകയും അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ട് അവസാനം ഇബ്നു അബ്ബാസ് ഇബ്നു അസ്റഖിനെതിരെ പ്രാർത്ഥിക്കുന്നവരെ കാണാൻ പറ്റും. ആ പ്രാർത്ഥന ഫലമായി വളരെ ദാരുണമായ അവസ്ഥയിലാണ് പിന്നീട് ഇബ്നു അസ്റഖ് മരിക്കണമൊക്കെ. ഇബ്നു അസ്റഖ് വന്ന് പറഞ്ഞ സംശയം ചോദിക്കാനുണ്ട്. ഇബ്നു അബ്ബാസ് മുഖം കൊടുത്തില്ല, ഇപ്പുറത്ത് തിരിഞ്ഞു. സംസം കിണറ്റിനടുത്ത് ഇബ്നു അബ്ബാസ് ഇരിക്കുമ്പോഴാണ് ഇബ്നു അസ്റഖ് വരുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് അപ്പുറത്ത് തിരിഞ്ഞു. ഇയാൾ അപ്പുറത്ത് വന്നു, ദീൻ ചോദിക്കാൻ വന്നാൽ എന്താ നിങ്ങൾ മൈൻഡ് ചെയ്യാത്ത? അപ്പോഴും നോക്കിയില്ല. അപ്പോൾ ഒരു കുട്ടിങ്ങനെ അതിലങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടീനെ ഇബ്നു അബ്ബാസ് വിളിച്ചിട്ടുണ്ട്, ഇടന്ത്
എന്തേ പാട്ടുണ്ടെങ്കിൽ പാടാം, നമുക്കൊരു ഒന്ന് റിഫ്രഷ്മെൻറ്റ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കുറേശ്ശികളെ പറ്റിയുള്ള പാട്ട് ഇങ്ങനെ പാടിയപ്പോൾ ഇബ്നു അസ്റൊക്കെ പറയും, എന്താ ദീൻ ചോദിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ നേരമില്ല, അപ്പോൾ തോന്നിയ ദിവസം പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട് ദേശം. അല്ല, ഓൻ തോന്നിയ ദിവസം പാടിയിട്ടില്ലല്ലോ പറഞ്ഞു. ഓൻ പാടില്ലോ പറഞ്ഞിട്ട് അതിനൊരു വരി ഇയാൾ പറഞ്ഞു തിരിച്ചു കൊടുത്താൽ ഓൻ ഇങ്ങനെ പാടില്ലോ, അത് തോന്നിയ ദിവസമല്ലേ. അല്ല, ഓൻ പാടി അങ്ങനെയല്ല, ഓൻ പാടി ഇങ്ങനെയാണ് ഇബ്നു അബ്ബാസ് തിരിച്ചു കൊടുത്തു. അല്ലല്ലോ തന്നെയാണ്. അപ്പം ഇബ്നു അബ്ബാസ് അപ്പോൾ ഈ കുട്ടി പാടി 70 വരി കവിത അപ്പടെ ചൊല്ലി കൊടുത്തു. ഇതാണ് ഓൻ പാടിയ മൊത്തം പാട്ട്, ഇതിലൂടെ തോന്നിയ ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് നേരത്തെ അറിയിച്ചു? ഇല്ല, ഓപ്പം പാടിയപ്പോൾ ഞാൻ ഹിഫ്ളാക്കിയതാണ് പറഞ്ഞു. ആ കുട്ടി അപ്പം പാടിയപ്പോൾ കേട്ടപ്പാണ് ഹിഫ്ളാക്കിയതാണ്. ഇങ്ങനെയൊക്കെ അത്ഭുതമായി പോയവർ ലോകത്തുണ്ട്. ദിവസവും ധാരാളമായ ഹദീസുകളും ആയത്തുകളും നേരത്തെ പറഞ്ഞല്ലോ ഇമാം ഷാഫിയുടെ ചരിത്രം. ഇബ്നു തൈമിയ്യ വലിയ അത്ഭുതമായിരുന്നു ഓർമ്മശക്തി. ഇമാം ദഹബി വലിയ അത്ഭുതമായിരുന്നു ഓർമ്മശക്തിയിൽ. എത്ര ലക്ഷം റിപ്പോർട്ടർമാരുടെ ചരിത്രമാണ് ഇമാം ദഹബിയുടെ മനസ്സിലുണ്ടായത്. വലിയ അത്ഭുതമാണ്. മുഅർരിഖുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം ദഹബി റഹിമഹുല്ല മെമ്മറിയിൽ വല്ലാത്ത അത്ഭുതമായിരുന്നു. ഇമാം അസ്ഖലാനി റഹിമഹുല്ല വലിയ ഓർമ്മശക്തിയായിരുന്നു. അദ്ദേഹം സംസം വെള്ളം കുറിച്ച് പ്രാർത്ഥിച്ചത് ഓർമ്മശക്തി കിട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ ഫലമായി വലിയ മെമ്മറി കിട്ടിയവരാണ് ഇമാം അസ്ഖലാനിയൊക്കെ. ഏതായാലും സൂചിപ്പിക്കുന്നത്, അപ്പം ദീനിൻ്റെ സേവനം, ദീന് പഠനം എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമുക്കവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. നമുക്കാർക്കും വലിയ ആലിമീങ്ങളാവാൻ അവസരം കിട്ടിയില്ല, ഇനിയുള്ള ആയുസ്സുകൊണ്ട് കഴിയുമെന്ന് നമുക്കാർക്കും തോന്നുന്നുമില്ല. നമ്മളെ മക്കളെ നമുക്ക് ആ വഴിക്ക് വിടാൻ പറ്റുമല്ലോ, അത് വലിയ സേവനമാണ്. നമ്മളെ മക്കളെ ചെറിയ പ്രായത്തെ ദീന് പഠിക്കാൻ പ്രേരിപ്പിക്കാം. ഒരാൾ ഒരു ആലിമായി പറ്റും, ഒരു പ്രാസംഗിക വരിക എന്നുള്ളതല്ല, അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പ്രസംഗിക്കാൻ ആലിമാകണമെന്നില്ല, വാക്സാമർത്ഥ്യം പ്രസംഗിക്കാൻ പറ്റും. ആലിമായാൽ പ്രസംഗിക്കാം, അത് വേറെ കാര്യം. പ്രഭാഷകന്മാർ എമ്പാടും ഉണ്ടാകും, അത് മോശമെന്നല്ല, പക്ഷെ അതുമാത്രം പോരാ നമുക്ക്. അതിനപ്പുറത്ത് ആഴത്തിൽ മതം പഠിച്ച ആളുകൾ വേണം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കെ മൗലവിയെപ്പോലുള്ള ആളുകളൊക്കെ ഒരു കാലത്ത് കഴിഞ്ഞു പോയി. അവരൊക്കെ ഇങ്ങനത്തെ നേടിയത്, ധാരാളമായി വായിച്ചും പഠിച്ചതിനാണ് അവരൊക്കെ നേടിയത്. ഇബ്നു മസ്ഊദ്, നമ്മളെ അബ്ദുൽ മസ്ഊദ് കുടുംബപ്പുറത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കെ മൗലവിൻ്റെ കഥകളുണ്ട്. ഒരു കിതാബ് കിട്ടിയാൽ പിന്നെ ബാക്കിയെല്ലാം മറക്കുന്നതാണ്, അതിലേക്കാണ് മുഴുകിയിരിക്കും. ഒരു ദിവസം വായിക്കാതിരുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ കുറേ വിളിച്ചു, പക്ഷെ അദ്ദേഹം വരാന്ന് പറഞ്ഞ വരുന്നില്ല. അവസാനം എണീറ്റ് വന്നു, ഭക്ഷണം കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നു. കിതാബ് എടുത്തിട്ടാണ് വന്നതാണ്. കിതാബ് കൈ പിടിച്ച് വായിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ആ വരുന്ന സമയത്ത് അവിടെ സ്റ്റക്കായി, കാരണം കിതാബിൽ എന്തോ പ്രധാനപ്പെട്ട് കണ്ടേക്കണ്. അവിടെ സ്റ്റക്കായി, അവിടെ നിന്നിട്ട് പിന്നെ ബാക്കി വായിച്ചതാണ്. കഞ്ഞി അവിടെ ഇരിക്കുകയാണ്, മൂപ്പര് കണ്ടിട്ടില്ല. കുറേ സമയം കഴിഞ്ഞ് പാത്രം എടുത്തിടാൻ വേണ്ടി വന്നപ്പോൾ കഞ്ഞി അവിടെ തന്നെ ഉണ്ട്, മൂപ്പര നിർത്തി നിൽക്കേണ്ടതാണ്. അങ്ങനെ വായിച്ചോലൊക്കെ, അങ്ങനെ ഓലൊക്കെ ആ നിലവാരത്തേക്ക് എത്തിയത്. അപ്പം നമുക്ക് അത്തരം ആളുകൾ ഉണ്ടായി വരണം വരും തലമുറയിലേക്ക്. ഓലൊക്കെ കാലശേഷം അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടില്ല. ലോകത്ത് പലയിടത്തും ഉണ്ടാവും, നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. അത്തരം ആളുകൾ ഉണ്ടായി വരണം. അതിനുള്ള തുടക്കമാണ് ജാമിഅ ഹിന്ദ് എന്നുള്ളത്. അത് ഓർക്കൊരു ബൂസ്റ്റിംഗ് ആണ്. ജാമിയിൽ ഒരു 5-6 കൊല്ലം ഒരു കുട്ടി മര്യാദയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓന് ടേസ്റ്റ് കിട്ടും. പഠിക്കണം, വായിക്കണം, അറിയണം എന്നുള്ളൊരു ആ ഒരു ഹലാവത്ത്, അതിന് മാധുര്യം അവന് ലഭിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇന്ന് കുറേ ആളുകൾ മികച്ച ആളുകളായി പിന്നീട് വളർന്നു വരും. അതുവരെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ക്ലാസ്സിൽ കണക്ക് വരുന്നതെല്ലാം ഇതൊക്കെ നമ്മൾ കുട്ടികൾ ആരും മോശക്കാരൊന്നുമല്ല. കുറച്ചാളുകൾ അതിന് ഏറ്റവും മികച്ചവരായി വരും. ഓല് പിന്നെ പഠിച്ചോളും. പിന്നെ നമുക്ക് എവിടെ വരെ പഠിപ്പിക്കൊന്നും വേണ്ട. പിന്നെ വേറെ സ്ഥാപനം ഓലും പഠിച്ചോളും. ഓല് എവിടെയും പോയി അന്വേഷിച്ചും ചോദിച്ചും പറഞ്ഞ് എവിടെയെങ്കിലും തിരഞ്ഞു പിടിച്ചും ഒക്കെ ആയിട്ട് അവരെങ്ങനെ പഠിച്ചു പോയിക്കോളും. അപ്പോൾ അതിനൊക്കെ തുടക്കം നമ്മൾ ജാമിഅ ഹിന്ദാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒന്നെങ്കിൽ നമ്മളെ മക്കളെ പറഞ്ഞേക്കുക. ജാമിഅ മെയിൻ ക്യാമ്പസ് ഉണ്ട്, പെൺകുട്ടികളുടെ ക്യാമ്പസ് ഉണ്ട്, സ്കൂൾ ഓഫ് ഖുർആനുണ്ട്. അതിന് വ്യത്യസ്തമായ പഠന സംവിധാനങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് കുറഞ്ഞ കാലം കൊണ്ട് ജാമിഅ വലിയ വളർച്ച നേടാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ് റബ്ബ് നിലനിർത്തി തരുമാറാവട്ടെ. ജാമിഅയുടെ കീഴിൽ മൊത്തം സംവിധാനങ്ങൾ എടുത്തു വെച്ചാൽ ഇന്ന് ഏതാണ്ട് 4700ഓളം ആളുകൾ ജാമിഅയുടെ കീഴിൽ പഠിക്കുന്നുണ്ട്. മൊത്തം നമ്മളൊരു മിനിയൂട്ടിലെ ക്യാമ്പസ് മാത്രമല്ല, അത് ആസ്ഥാനമാണ്. സ്കൂൾ ഓഫ് ഖുർആൻ 40 സെൻ്ററായി ഇപ്പം നിലവിൽ. ഹിഫ്ള് 7 സെൻ്ററുകൾ ജാമിഅയുടെ കീഴിലുണ്ട്. വ്യത്യസ്തമായ സ്ഥലത്ത് നമ്മൾ തുടങ്ങിയ ഹിഫ്ള് സ്ഥാപനങ്ങൾ.